വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ചോദിച്ചാൽ മുൻപോട്ടാണ് മാനിഫെസ്റ്റേഷൻ കോച്ച് ആൻഡ് ഫംഗ്ഷൻ വെൽത്ത് കോച്ച്. ജീവിതത്തിൽ ബൗണ്ടറികൾ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, ക്രിക്കറ്റൊക്കെ കളിച്ച് കഴിയുമ്പം പന്ത് ബൗണ്ടറിക്ക് വെളിയിലേക്ക് പോകുന്നതെന്ന്. പക്ഷേ ഈ ബൗണ്ടറി നമ്മുടെ ലൈഫിൽ നമ്മൾ ആരെങ്കിലും സൃഷ്ടിക്കാറുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ബൗണ്ടറി സൃഷ്ടിച്ചിരിക്കണം. നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ ലൈഫിൽ നമ്മുടെ സ്വകാര്യതയിൽ നമ്മളെപ്പോഴും ഒരു ബൗണ്ടറി നമ്മൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സൃഷ്ടിക്കണം. അപ്പോൾ എന്തിനാണ് ആ ബൗണ്ടറി നമ്മളങ്ങനെ സൃഷ്ടിക്കുന്നത്? ചിലരൊക്കെ കണ്ടിട്ടില്ലേ, ഏറ്റവും അടുത്ത കൂട്ടുകാരായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, ഏറ്റവും അടുത്ത അയൽക്കാരായിരിക്കാം. അവർ ഓടി വന്നിട്ട് അവർ വന്ന് നമ്മുടെ ബെഡ്റൂമിലേക്കാണ് അവർ ആദ്യം വന്ന് കയറുന്നത്. അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞാലേ അവർക്ക് ആ ഒരു സുഖം കിട്ടുള്ളൂ. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വീടൊരു ദേവാലയമാണെങ്കിൽ ബെഡ്റൂം എന്ന് പറയുന്നത്, നമ്മുടെ കിടപ്പുമുറി എന്ന് പറയുന്നത് ഒരു ശ്രീകോവിലാണ്. ഒരിക്കലും നമ്മൾ അവിടേക്ക് നമ്മൾ ആരെയും നമ്മൾ കയറ്റി കൊണ്ടുപോകരുത്. അത് എത്ര നല്ല കൂട്ടാണെങ്കിലും, എത്ര നല്ല ആൾക്കാരാണെങ്കിലും, എത്ര നല്ല ബന്ധുക്കളാണെങ്കിലും അവർക്കിന്ന് സംസാരിക്കാനുള്ള ഇടമാണ് വിസിറ്റിംഗ് റൂം അല്ലെങ്കിൽ ഹാള്. അവിടെ ഇരുന്ന് വേണം നമ്മൾ സംസാരിക്കാൻ. ഇനിയിപ്പം കിച്ചണിൽ നിന്ന് സംസാരിച്ചാൽ പോലും, കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് സംസാരിച്ചാൽ പോലും ഒരിക്കലും അവരെ നമ്മൾ നമ്മുടെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറ്റി കൊണ്ടുപോകരുത്. പിന്നെ ചിലർ കാണാം, ഈ നമ്മുടെ ചില വീടുകളിൽ ചില അമ്മായിമ്മമാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചില ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാരോ ആരെങ്കിലുമൊക്കെ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുക, ബന്ധുക്കളൊക്കെ വന്ന് നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവരാദ്യം പറയുന്നത് അവൾക്കൊന്നും അറിയത്തില്ല, അവളോടൊന്നും ചോദിക്കണ്ട, അവൾക്കൊന്നും അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ അവരാണ് തീരുമാനിക്കുന്നത് നമുക്കതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നു. ഒരുപക്ഷെ നമുക്കറിയാതിരിക്കാം, നമുക്കതിന് മറുപടി പറയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ അവർ പറയുന്നത് നമുക്കൊന്നും അറിയത്തില്ലെന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അവരോട് പറയണം, ഇല്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. നമ്മളെന്താ കൊച്ചു വല്ലതാണോ, മറന്നു കിടക്കുന്ന കുഞ്ഞു കൊച്ചൊന്നും അല്ലല്ലോ. അപ്പം നമുക്ക് ആധികാരികമായിട്ട് അവരോട് പറയാൻ പറ്റും, എനിക്കതിനെക്കുറിച്ച് അറിയാം, എന്നതാണ് അതിൻ്റെ കാര്യം. അപ്പം നമുക്കങ്ങനെ ആരും നമ്മളങ്ങനെ പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ അവർക്ക് നമ്മളോടൊരു ഉള്ളിൽ നമ്മളങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഒരു നീരസമൊക്കെ തോന്നുമായിരിക്കും. ആ നീരസമൊന്നും നമ്മൾ കാര്യമാക്കണം. നമ്മളങ്ങനെ ആരോടും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മളെന്ന് പറയുന്ന വ്യക്തി, നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ആത്മാവും കൂടി ചേർന്ന വ്യക്തിക്ക് അതിന് ചില ഇഷ്ടാനിഷ്ടങ്ങളും ചില സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അടിയറവ് വെച്ചിട്ട് നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റിലേക്ക്, നമ്മുടെ പേഴ്സണാലിറ്റിയെ കനിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മറുപടി പറയാനുള്ള എസ് എങ്കിൽ എസ് അല്ലെങ്കിൽ നോ എങ്കിൽ നോ പറയാനുള്ള തൻ്റെ ഇടം നമ്മളെല്ലാവരും നേടിയിരിക്കണം. ചിലരുണ്ട് വന്നിട്ട് നമ്മുടെ പേഴ്സ് തുറന്നു നോക്കുക, അതിനകത്ത് എന്തെങ്കിലും നമ്മുടെ അനുവാദമില്ലാതെ എടുത്തുകൊണ്ട് പോവുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ മുറുമുറുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഉള്ളിൽ നമ്മൾ ഒരു എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടായ ഉള്ളിൽ കാണിച്ചുകൊണ്ട് കൂട്ടുകാരല്ലേ അല്ലെങ്കിൽ ബന്ധുക്കളല്ലേ, അവരെ പിണക്കണ്ട അല്ലെങ്കിൽ അവർക്ക് മോശമായിട്ടൊന്നും പറയണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സഹിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്കിഷ്ടമില്ലെങ്കിൽ നമുക്ക് അവരോട് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നമുക്ക് പറയാനില്ലാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ അവരൊന്നും കാണാത്ത ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ ബെഡ്റൂമൊക്കെ നമ്മൾ എപ്പോഴും ക്ലോസ് ചെയ്തിടുക. ചിലരുണ്ട്, നമ്മൾ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ പറയും, നീ തന്നെ പോവോ, നിനക്കറിയുമോ, നിനക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, നീ തന്നെ ഒന്നും പോകണ്ട, നീ തന്നെ പോവുകയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്തും. നമുക്കെന്താ വെളിയിലിറങ്ങി നടക്കാൻ വേണ്ട, കൈകൾക്ക് നമുക്കൊന്ന് ഒരു എക്സസൈസ് ഒന്നും നമുക്ക് വേണ്ട, നമ്മൾ ഈ വീടുകളിൽ മാത്രമേ ചുറ്റിപ്പറ്റി നടന്നാൽ മതിയോ? അപ്പം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ നമ്മൾ പോയാൽ മതിയോ? നമ്മൾ തനിച്ചു പോയി നമ്മൾ ശീലിക്കണം, പഠിക്കണം. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയണമല്ലോ, ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം, എനിക്ക് സാധനം മേടിക്കേണ്ട ആവശ്യമുണ്ടോ, അത് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഇഷ്ടത്തിനുള്ള സാധനം ആയിരിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പോയിട്ട് മേടിച്ചിട്ട് വരാമെന്ന് നമ്മൾ അവരോട് പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് പോയിട്ട് വരിക. അങ്ങനെ ആരെങ്കിലും നമ്മുടെ പ്രൈവസിയിൽ അങ്ങനെ കയറി നമ്മളെ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ അവിടെയും നമുക്കൊരു ബൗണ്ടറി സൃഷ്ടിക്കാവുന്നതാണ്. യെസ് പറയേണ്ടടുത്ത് യെസ് പറഞ്ഞ്, നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് നമുക്ക് ബൗണ്ടറി സൃഷ്ടിക്കാം. ചില ആൾക്കാരുണ്ട്, ഈ പിന്നെ ഫോൺ വിളിച്ചിട്ട് അവർക്ക് എന്തെല്ലാം കാര്യം പറയാൻ പറ്റുമോ അതുവരെ പറഞ്ഞ് അവസാനം മരിച്ച് പരലോകത്തെത്തുന്ന കാര്യം വരെ സംസാരിച്ചിട്ട് വെക്കുന്ന ആൾക്കാരുണ്ടോ? ഒരു പക്ഷേ അവർക്ക് സമയം ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് സമയമില്ലാത്തതിനിടയ്ക്ക് നമ്മൾ പല ജോലികൾ അതിലെതിരും കടന്ന് ഓടി നിന്ന് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതിനിടയ്ക്കാണ് അവർ വന്ന് ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മളോട് വന്ന് പറയുന്നിരിക്കട്ടെ. അപ്പോഴും
പറയാം, അയ്യോ എനിക്ക് സമയമില്ല കേട്ടോ, നമുക്ക് പിന്നെ കാണാമെന്നും പറഞ്ഞ് അതിനെ നമ്മൾ ഒഴിവാക്കി വിടണം. ഇതൊക്കെ നമ്മുടെ ബൗണ്ടറിയിലേക്ക് അതിക്രമിച്ച് കയറുന്ന ആൾക്കാരാണ്. നമ്മുടെ പ്രൈവസിയിലേക്ക് അതിക്രമിച്ച് കയറി കഴിഞ്ഞ് നമ്മുടെ സമയവും നമ്മുടെ സ്വസ്ഥതയെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും എസ് പറയേണ്ടടുത്ത് എസ് പറഞ്ഞു, നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളൊരു ബൗണ്ടറി സൃഷ്ടിച്ച് വരുമ്പോൾ അവരൊക്കെ മെല്ലെ 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 പിന്മാറിപ്പോകും. അപ്പോൾ നമ്മളെക്കുറിച്ച് അവർ പറയുമായിരിക്കും ചിലപ്പം, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, പറഞ്ഞോട്ടെ, അതവരുടെ ഇഷ്ടമല്ലേ, അതവർ പറഞ്ഞോട്ടെ, നമ്മളതൊന്നും മൈൻഡ് ചെയ്യാനേ നിൽക്കണ്ട. പിന്നെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മളോട് വളരെ മോശമായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് അവരെ ഒന്ന് വിലക്കാം, ഇനി അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിലക്കാം. അതോടുകൂടി അത് അവരെങ്ങനെ അങ്ങ് മാറിപ്പോയിക്കോളും. ഈ ചില ഓഫീസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ മറ്റുള്ളവർ ചെയ്യാനുള്ള ഫയലുകൾ പോലും നമ്മൾ ഒരാളെ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിലിട്ട് അത് മുഴുവൻ ചെയ്യിക്കുന്ന ആൾക്കാരുണ്ട്. അതും നമ്മുടെ ബൗണ്ടറിയിലേക്ക് കയറി വരുന്നതാണ്. അവരോട് മുഖത്ത് നോക്കി നമുക്ക് പറയാം, ഇത് പറ്റില്ല, ഇത് എൻ്റെ ജോലിയല്ല, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരാം, അത്ര മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ, അല്ലാതെ ഈ കാണുന്നൊന്നും വർക്കൊന്നും ചെയ്യാൻ വേണ്ടി എന്നെക്കൊണ്ട് സാധിക്കുന്നതല്ലെന്ന് നമുക്ക് മുഖത്ത് നോക്കി നമുക്ക് അവരോട് പറയാൻ പറ്റും. അപ്പോൾ ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കയറി വരുന്ന കാണുമ്പം തന്നെ നമുക്ക് ഉള്ളിലൊരു ദേഷ്യവും വെറുപ്പും വരും. അവരോടൊട്ട് പറയാനും പറ്റത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് നമുക്ക് ഉള്ളിൽ നമുക്ക് ആകെ ഒരു ദേഷ്യം. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരക്കിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മളെ കയറി വന്ന് നമ്മളെ ശല്യപ്പെടുത്താനും ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് നമ്മുടെ സമയം കളയാൻ വേണ്ടി വരുന്നത്. അപ്പം നമുക്ക് അവരോടൊന്നും പറയാനും പറ്റത്തില്ല, എഴുന്നേറ്റ് പോകാനും പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ഒരു ദേഷ്യവും ഒരു ഇതൊക്കെ അത് നമ്മുടെ ബ്രെയിനിൽ അത് കോർട്ടിസോണൊക്കെ പോലുള്ള കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമേ സഹായിക്കുള്ളൂ. അത് നമ്മുടെ ബോഡിക്ക് ദോഷം ചെയ്യുകയും ചെയ്യും. ഇതൊന്നും അറിയത്തില്ലാതെയാണ് നമ്മൾ അയ്യോ അത് അയൽക്കാരല്ലേ, ബന്ധുക്കളല്ലേ, ഇച്ചിരി കഴിയുമ്പം പോകുമായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ച് അങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അവർ ഇച്ചിരി കഴിയുമ്പോഴും പോകത്തില്ല, കുറച്ച് കഴിഞ്ഞാലും പോകത്തില്ല. അങ്ങനെ തന്നെ ഇരുന്ന് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി നമ്മളൊരു ഫ്രസ്ട്രേഷൻ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് അവരൊക്കെ പോകുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അവിടുന്ന് ആ സാഹചര്യത്തിൽ നമ്മൾ മാറിപ്പോവുക, നമുക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെന്നും പറഞ്ഞ് മാറിപ്പോവുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഫ്രസ്ട്രേഷനെ കുറച്ചുകൊണ്ട് നമ്മുടെ പ്രൈവസിയിലേക്ക് അതിക്രമിച്ച് കയറുന്ന ആൾക്കാരെ എസ് പറയേണ്ടടുത്ത് എസ് പറഞ്ഞു, നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതൊക്കെ പോകാൻ പറ്റും. പണ്ടത്തെ കാലമല്ല, ഇപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകളുണ്ട്. പക്ഷേ ആ അറിവുകൾ കിട്ടിക്കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരുടെ ലൈഫിലേക്ക് ഇതുപോലെ ഇങ്ങനെ ബൗണ്ടറികൾ പിന്നെ തകർത്തുകൊണ്ട് കയറി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടേതായ ബൗണ്ടറി സൃഷ്ടിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അനാവശ്യമായിട്ട് ഫോൺ വിളിക്കുന്നവർ, നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വന്ന് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കുന്നവർ, നമ്മുടെ ആവശ്യമില്ലാതെ നമ്മുടെ ഒരു കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ചെയ്യേണ്ട ജോലികൾ നമ്മളെ വന്ന് ചുമതലപ്പെടുത്തത് നിൻ്റേതാണെന്ന് പറയുന്നവർ, ഇതൊക്കെ നമ്മുടെ ബൗണ്ടറിയിലേക്ക് അതിക്രമിച്ച് കയറുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം നോ പറഞ്ഞും എസ് പറയേണ്ടടുത്ത് എസ് പറഞ്ഞും നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞും എല്ലാവർക്കും അങ്ങനെ ആയിത്തീരാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ഒക്കെ ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കൂട്ടുകാർക്കോ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു നല്ലൊരു വിഷയമുണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓർക്കുക, അറിവെന്ന് പറയുന്നത് എപ്പോഴും പ്രകാശമാണ്. പ്രകാശം നമ്മുടെ അറിവില്ലായ്മയുടെ അന്ധകാരത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ നീക്കിക്കളയും. അപ്പോൾ അറിവിൻ്റെ പ്രകാശം എല്ലാ ഹൃദയങ്ങളിലും പരക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.